തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിയുടെ കാലിൽ പുഴുവരിച്ചു. ശസ്ത്രക്രിയ നടത്തിയ കാൽ ഡ്രസ് ചെയ്ത് കെട്ടാൻ പോലും ആരും എത്തിയില്ലെന്ന് ബന്ധുക്കൾ. പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദിനാണ് ദുരവസ്ഥ. ആക്സിഡന്റ് പറ്റിയതാണ്. അച്ഛൻ ജോലിക്ക് പോകുന്ന ടൈമിൽ മറ്റൊരു ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ച് ആക്സിഡന്റ് പറ്റി. പാരിപ്പള്ളി നമ്മുടെ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിലാണ്, പാരിപ്പള്ളി ഉള്ളതാണ്. അവിടെ കൊണ്ടുപോയി ചെന്നപ്പം അവർ എടുത്തില്ല, അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെയും അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അവിടേക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നേരെ ഇവിടെ കൊണ്ടുവന്നത്. മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിവിടെ 12:30 മണിയായപ്പോൾ വന്ന് 12:30 മണി തൊട്ട് ഒരു രാത്രി 11:30 മണിക്കാണ് അവർ ഓപ്പറേഷൻ വേണം, പുറത്ത് കമ്പി ഇടണം എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേന്ന് ഓർത്തോ ICUയിലേക്ക് മാറ്റി അച്ഛനാണ്. അച്ഛൻ ICUയിൽ കിടക്കുമായിരുന്നു. അങ്ങനെ 2 ദിവസം മുന്നേ ഡോക്ടർ പറഞ്ഞ് മെനഞ്ഞാന്ന് ഡോക്ടർ പറഞ്ഞ് അച്ഛൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണ്, പ്രഷർ ലോയാണ്, പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവും വളരെ കുറവായതുകൊണ്ട് നമുക്ക് വാർഡിലോട്ട് ഇപ്പോഴേ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ദിവസം ICUയിൽ തന്നെ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അവിടെ വാർഡിലോട്ട് മാറ്റാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇന്നലെ വീട്ടിലോട്ട് പോയി. സ്റ്റേഷനിൽ പോകുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി. അമ്മയും മോനും കൂടെയാണ് അച്ഛനെ നോക്കാനായിട്ട് ഇവിടെ നിന്നത്. അപ്പോൾ ഇന്നൊരു ഉച്ച ആയപ്പോഴത്തേക്ക് അവർ ICUയിൽ നിന്ന് വന്ന ആൾ വന്ന് പറഞ്ഞു അച്ഛൻ്റെ ആരെങ്കിലും 2 പേര് ചെല്ലാൻ പറഞ്ഞു. ചെന്നിട്ട് അവർ അവിടെ നിന്നൊരു 20ാം വാർഡിലേക്ക് മാറ്റി അച്ഛനാ. ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ വാർഡിലോട്ട് മാറ്റുന്നെന്നോ അങ്ങനെ ഒരു മുന്നറിയിപ്പും തരാതെയാണ് അവർ അച്ഛനെ വാർഡിലോട്ട് മാറ്റിയ. അതിൻ്റെ 2 ദിവസം മുന്നേ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛൻ്റെ അവസ്ഥ മോശമാണ്, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞവരാണ്. അവർ പെട്ടെന്ന് ഒരു അറിയിപ്പൊന്നും ഇല്ലാതെ കൊണ്ടുവന്ന് 20ാമത്തെ വാർഡിൽ കൊണ്ടുവന്നാക്കി. അവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പം മോൻ അച്ഛനെ ഒതുക്കി വെച്ച് കാലിൽ പതുക്കെ എടുത്ത് മാറ്റി വെക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അച്ഛനെ കിടത്തിയേക്കുന്ന ആ ബെഡിനകത്ത് പുഴുവിനെ കണ്ടത്. അങ്ങനെ മോൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി ജസ്റ്റ് ഒന്ന് കമ്പിയിട്ട കാലൊന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്ക് ഈ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ പുഴു വീണോണ്ടിരിക്കുവാണ്, അവിടെ മൊത്തം പുഴു. അങ്ങനെ മോൻ ചെന്ന് അവിടെ ഇരുന്ന് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, അച്ഛൻ്റെ കാലിൽ ഇതെനിക്ക് പുഴുവിനെ കണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ വന്ന് നോക്കാം, ക്ലീൻ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂറായിട്ട് ഇവരാരും വരെ നോക്കി ഒന്നും ചെയ്തില്ല. എന്നിട്ട് 2ാമതും പോയപ്പോഴത്തേക്ക് ഒരു മരുന്നിന് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു ആ ഓയിൽമെൻറ്റ് വാങ്ങിച്ചിട്ട് വാ, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ആ കൊച്ചു വന്ന് പുറത്ത് വന്ന് ഓയിൽമെൻറ്റ് വാങ്ങിച്ച് അകത്ത് ചെന്ന് അത് കൊടുത്തിട്ടും അവർ വന്ന് നോക്കിയില്ല. അത് കഴിഞ്ഞിട്ടാണ് മോൻ വീട്ടിൽ വിളിച്ചിട്ട് പറയുന്ന അമ്മ ഇതെനിക്ക് അച്ഛൻ്റെ കാലിൽ നിന്ന് പുഴുവിനെ കണ്ട്, അമ്മ വെട്ടെന്ന് വാ, എനിക്ക് പേടിയാവുന്ന, അമ്മാമ്മ ഇവിടെ ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ ഇവിടെ നമ്മളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ വാർഡിൽ ചെന്നപ്പോഴും അച്ഛൻ അവർ നോക്കിയിട്ടില്ല. ആ കെട്ടെന്ന് അഴിക്കുകയോ ഡ്രസ്സ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അതേ കണക്ക് അവിടെ ഇട്ടേക്കുവാണ്. അച്ഛൻ വേദന കൊണ്ട് പൊളഞ്ഞവിടെ കരഞ്ഞവിടെ നിലവിളിച്ച് അവിടെ കിടക്കുവാണ്. ഇന്ന് 3 മണിക്ക് നടന്ന സംഭവമാണ്. അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങൾ അയച്ചിരുന്നത്. അമൽ, വല്ലാത്ത ദുരിതമാണ് അവർ പറയുന്നത്. ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വ്യക്തത, എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? അത്യന്തം ഗുരുതരമായ ആരോപണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ ഉയരുന്ന ആരോപണമല്ല. നിരന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ സിസ്റ്റം തകരാറിലുള്ള ആരോപണം ഉയരാറുണ്ട്. ഒരു സർക്കാർ മാറി വന്നു, അതിനുശേഷവും അതിന് കാര്യമായ മാറ്റങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ ശസ്ത്രക്രിയ കഴിയുന്നത് 28ാം തീയതിയാണ്. 28ാം തീയതി ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ. അതിനുശേഷം പിന്നീട് ഗോകുലം മെഡിക്കൽ കോളേജിൽ, ആ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ ശേഷമാണ് ICUയിൽ പ്രവേശിപ്പിക്കുന്നതും ശസ്ത്രക്രിയ കഴിയുന്നതും എല്ലാം ചെയ്യുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞു പോകുന്നു. അതിനുശേഷം വീട്ടുകാരോട് ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ അടിയന്തരമായി വാർഡിലേക്ക് മാറ്റുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നു. പ്രധാനപ്പെട്ട ഇവരുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആരും അവിടെ ഇല്ലാതിരുന്ന സമയത്ത് വാർഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. കുട്ടിയും അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ ആളുടെ ഭാര്യയും മാത്രമാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റ ആളുടെ പ്രായം എന്ന് പറയുന്നത് 60 കഴിഞ്ഞ ആളാണ്. ആ ആളെ വാർഡിലേക്ക് മാറ്റുന്നു. വാർഡിലേക്ക് മാറ്റിയ സമയത്താണ് ഈ കുട്ടി കാലിൽ ഇങ്ങനെ പുഴുവരിക്കുന്നത് കാണുന്നത്. ആ പരാതി കൃത്യമായി തന്നെ ആശുപത്രി അധികൃതരെ അറിയിച്ച ശേഷം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ മറ്റു ബന്ധുക്കൾ അവിടേക്ക് എത്തുന്നു. മരുമകളും അതോടൊപ്പം തന്നെ മകനും അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നു. മരുമകളുടെ പ്രതികരണമാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടിട്ടും അവർ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മാധ്യമങ്ങൾക്ക് അയച്ചു നൽകി ഈ വിഷയം നമ്മൾ മെഡിക്കൽ കോളേജ് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയം അവർ ഗൗരവമായി കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 28ാം തീയതി ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ്. ഇത്രയും ദിവസവും അവിടെ കിടക്കുന്നു. ICUയിൽ കിടന്ന ഒരാൾക്കാണ് കാലിൽ പുഴുവരിക്കുന്ന അവസ്ഥ ഉണ്ടായത്. നമ്മൾ ബ്ലർ ചെയ്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കണ്ടാൽ ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ഒരു മനുഷ്യന്റെ കാലിൽ കമ്പിയിട്ട് അതിനുശേഷം അതിന്റെ പുറത്തുകൂടി പ്ലാസ്റ്റർ ചുറ്റിയിരിക്കുന്ന അവസ്ഥ, അതിനിടയിലൂടെ പുഴുവരിക്കുന്ന അത്യന്തം ദാരുണമായ ദൃശ്യമാണ് അവിടെ ഉള്ളത്. ആ വിഷയത്തിൽ കുറ്റക്കാരാരാണ്
ആരാണെങ്കിലും അവർക്കെതിരെ അടിയന്തരമായ നടപടി ആവശ്യമുണ്ട്. കാരണം ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയ വിഷയമല്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ആ കൂടെ ഉണ്ടായിരുന്ന ചെറുമകൻ പോയി വിവരം ഈ ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടും അവർ ആ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ വാർഡിൽ തന്നെയാണ് രോഗിയുള്ളത്. ഇപ്പോഴും നമ്മളിപ്പോൾ ഈ വാർത്ത കൊടുക്കുന്ന സമയത്തും എന്താണോ നമ്മൾ ഈ പറയുന്ന അവസ്ഥ അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പുഴുവരിച്ച കാലുമായി അവിടെ തുടരുന്ന അവസ്ഥയാണ് രോഗിക്കുള്ളത്. ഇന്ന് രാത്രിയെങ്കിലും അവർ ആ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ നടത്തി രാവിലെയെങ്കിലും ആകുമ്പോൾ ഒരു നല്ല നിലയിലേക്ക് ആ രോഗിയെ മാറ്റാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴെന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ മന്ത്രിയുമായി സംസാരിക്കാൻ രാത്രിയിൽ കഴിഞ്ഞിരുന്നില്ല. 10 മണിയോട് കൂടിയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്, ഇത്തരമൊരു സംഭവം ഉണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം പലരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയും ആരോഗ്യവകുപ്പ് സിസ്റ്റത്തിനെതിരെയും വിമർശനം ഉന്നയിച്ച ഒരാളാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. അതിനാൽ തന്നെ വീഴ്ച വരുത്തിയ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അമൽ, ഈ 10 മണിക്ക് ഈ സംഭവം പുറത്തറിയുന്നു. അതോടുകൂടി മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആരുടെയും പ്രതികരണം ലഭ്യമല്ല. പക്ഷേ ഈ കുടുംബാംഗങ്ങൾ പോയി അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരോട് സംസാരിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരോട് സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഞങ്ങളുടെ രോഗിക്കുണ്ട് എന്നുള്ള കാര്യം അവതരിപ്പിക്കുമ്പോൾ പോലും അവർ തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവർ ആദ്യം പോയി പറയുമ്പോൾ ഞങ്ങൾ വന്ന് നോക്കാം എന്നുള്ള കാര്യം മറുപടി പറഞ്ഞ് തിരിച്ചയക്കുന്നു. ഈ രാജേന്ദ്ര പ്രസാദിന്റെ ചെറുമകനും അതോടൊപ്പം തന്നെ ഭാര്യയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. മകനും മരുമകളും തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. പോലീസ് സ്റ്റേഷനിലെ ഈ അപകടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനായി അവർ നാട്ടിലേക്ക് പോയിരുന്നു. പാരിപ്പള്ളിയാണ്, അവിടേക്ക് പോയിരുന്നു. അവിടേക്ക് പോയതിനു ശേഷം ഈ കുട്ടി വിളിച്ചാണ് പറയുന്നത് ഇത്തരം ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്, അച്ചാച്ചന്റെ കാലിൽ നിന്നും പുഴുവരിക്കുന്നു, അപ്പോൾ നിങ്ങൾ അടിയന്തരമായി തിരിച്ചു വരണം എന്ന് പറഞ്ഞാണ് അവർ തിരിച്ചെത്തുന്നത്. അവർ എത്തിയതിനു ശേഷം വീണ്ടും ഈ ആശുപത്രി അധികൃതരെ പോയി കണ്ട് ഈ വിവരം അവതരിപ്പിക്കുമ്പോൾ ഒരു മരുന്നിന് കുറിച്ച് നൽകി ഈ മരുന്ന് വാങ്ങി വരൂ, അതിനുശേഷം നോക്കാമെന്ന മറുപടി നൽകി തിരിച്ചയക്കുന്നു. അതിനുശേഷവും മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇപ്പോഴും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ആവശ്യമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ 2 മെഡിക്കൽ കോളേജുകൾ നമ്മൾ വെറുതെ പറഞ്ഞു പോയി കാര്യമില്ല. നേരത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, അതിനുശേഷം പിന്നീട് ഗോകുലം മെഡിക്കൽ കോളേജ്, 2 മെഡിക്കൽ കോളേജുകളിലും ചെയ്യാൻ കഴിയാത്ത ഒരു ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഏറ്റവും വിശ്വാസയോഗ്യമായ നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ വിശ്വാസയോഗ്യമായ ഒരു കേന്ദ്രത്തിലേക്കാണ് ഇവരെ റെഫർ ചെയ്യുന്നത്. അങ്ങനെ റെഫർ ചെയ്തെത്തുന്ന ഒരു ആശുപത്രിയിൽ എത്തുമ്പോഴാണ് ഇത്തരം ഒരു ദുരവസ്ഥ ഒരു രോഗിക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല.